നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസ്സി. പ്രധാന വാർത്തകൾ. ഐക്യഭാരതം ഗുരുമന്ദിരം പ്രാർത്ഥനാ സമിതിയുടെ നവീകരിച്ച ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനവും ചതയ ദിനാഘോഷവും നടന്നു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വെയ്റ്റ് ലിഫ്റ്റിംഗ് രംഗത്ത് ആലപ്പുഴയെ ദേശീയ അന്തർദേശീയ നിലവാരത്തിലെത്തിച്ച ജിം ഉടമ ആർ രാധാകൃഷ്ണന്റെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. 58ാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ 19 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പമ്പയാറ്റിൽ കുര്യത്തുകടവിലുള്ള മാന്നാർ മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിലാണ് ജലോത്സവം നടത്തുന്നത്. മണ്ണഞ്ചേരി അൽഷിഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാർഡിയോളജി പൾമണോളജി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ണഞ്ചേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുന്നപ്ര സർവോദയ ശാന്തി ഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിന്റെ ആത്മകഥയായ കാരുണ്യത്തിന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പ്രകാശനം ചെയ്തു. തരിശായി കിടക്കുന്ന പ്രദേശങ്ങൾ ഹരിതാഭമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി ജില്ലാ കോടതിയിൽ ജൈവ കൃഷിക്ക് തുടക്കമായി. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കോടതി അങ്കണത്തിൽ ആരംഭിച്ച ജൈവ കൃഷി കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് വി ജി അരുൺ തൈനട്ട് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഐക്യഭാരതം ഗുരുമന്ദിരം പ്രാർത്ഥനാ സമിതിയുടെ നവീകരിച്ച ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനവും ചതയ ദിനാഘോഷവും നടന്നു. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഐക്യഭാരതം ഗുരുമന്ദിരം പ്രാർത്ഥനാ സമിതിയുടെ നവീകരിച്ച ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനവും ചതയ ദിനാഘോഷവും നടന്നു. 1944 സ്ഥാപിതമായ മന്ദിരത്തിന്റെ കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പ്രാർത്ഥിക്കാൻ പോലും സാധാരണക്കാരന് അവകാശമില്ല എന്ന് പറയുന്ന ഒരു കാലത്ത് നിന്നിട്ടാണ് പ്രാർത്ഥിക്കാനും പൂജിക്കാനുമല്ല അതിൻ്റെയും മുകളിലത്തെ ഒരു പടിയിലേക്ക് കടന്നിട്ട് പ്രതിഷ്ഠിക്കാൻ കൂടി സാധാരണക്കാരന് അവകാശമുണ്ട് എന്ന് ഒരാൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞു വെക്കുന്നത്. അസ്വസ്ഥതകളൊക്കെ ഉണ്ടായി. അന്ന് ആർക്കും ഒരു അസ്വസ്ഥത ഉണ്ടായില്ല എന്ന് കരുതേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ചില ഭയം പലർക്കും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആകാര സൗഷ്ഠവത്തിൻ്റെ പേരിലൊന്നും ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ കായിക ബലത്തിൻ്റെ പേരിലായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആത്മബലത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലുള്ള അഗാധമായ ചിന്താഗതിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു തർക്കത്തിൽ ഏർപ്പെടുക എന്നത് ഇച്ചിരി പ്രയാസമുള്ള കാര്യമായി തോന്നി. എങ്കിലും പ്രതിഷ്ഠ നടത്തി കഴിയുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, സ്വാമി ഈ ചെയ്തത്. ആലപ്പുഴ എം.എൽ.എ. പി ചിത്തരഞ്ജൻ മുഖ്യപ്രഭാഷണം നടത്തി. സമിതി പ്രസിഡന്റ് എൻ ഹരിലാൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സമിതിയുടെ ആദ്യകാല പ്രവർത്തകരെ SNDP അമ്പലപ്പുഴ യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദനും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രനും നിർവഹിച്ചു. ആര്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N സന്തോഷ് ലാൽ, ആര്യാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീന സനൽകുമാർ, പഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് M രവീന്ദ്രദാസ്, ജോജി, ബിപിൻ രാജ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 170ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി ദീപക്കാഴ്ചയും കരിമരുന്ന് കാഴ്ചയും ഭക്തിഗാനമേളയും നടത്തിയിരുന്നു. വെയ്റ്റ് ലിഫ്റ്റിംഗ് രംഗത്ത് ആലപ്പുഴയെ ദേശീയ അന്തർദേശീയ നിലവാരത്തിലെത്തിച്ച ജിം ഉടമ ആർ രാധാകൃഷ്ണന്റെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. വെയ്റ്റ് ലിഫ്റ്റിംഗ് രംഗത്ത് ആലപ്പുഴയെ ദേശീയ അന്തർദേശീയ നിലവാരത്തിലെത്തിച്ച സ്വകാര്യ ജിം ഉടമ ആർ രാധാകൃഷ്ണന്റെ 1ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. രാധാകൃഷ്ണന്റെ ശിഷ്യഗണങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവർ ചേർന്ന് ആലപ്പുഴ മുല്ലയ്ക്കൽ പുളിമൂട്ടിൽ ട്രേഡ് സെൻട്രൽ ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ കേരള യൂണിവേഴ്സിറ്റി മുൻ സ്പോർട്സ് ഡയറക്ടർ ഡോക്ടർ NMC ബോസ് അധ്യക്ഷത വഹിച്ചു. MLA-മാരായ H. സലാം, പി ചിത്തരഞ്ജൻ, മുൻ MP അഡ്വക്കേറ്റ് AM ആരിഫ്, നഗരസഭ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, മുൻ നഗരസഭ ചെയർപേഴ്സൺ സൗമ്യ രാജ്, സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, കൗൺസിലർ PS ഫൈസൽ, MV അൽത്താഫ്, MP സുനിൽ ദത്ത്, ജോസഫ് സ്റ്റാൻലി, വാസുദേവൻ നായർ, അശോക് കുമാർ, R. ശരത് കുമാർ, രാധാകൃഷ്ണന്റെ ബന്ധുക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. M. വിനോദ് അനുസ്മരണ സമ്മേളനത്തിന് സ്വാഗതം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളും അതുപോലെ തന്നെ മറ്റ് ഭാരവാഹികളെല്ലാം കൂടി ചേർന്ന്, സുഹൃത്തുക്കളെ കൂടി ചേർന്നാണ് വേദി ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ നാടിൽ അഭിമാനമായി തന്നെ ജീവിച്ച്
അഭിമാനകരമായ സേവനം ഈ സമൂഹത്തിനായി പ്രദാനം ചെയ്ത പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ ഓർമ്മയെ കൂടുതൽ മികവോടെ നിലനിർത്താൻ കഴിയുന്നതിന് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രം വളരെ ചെറിയ വാക്കിൽ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 58ാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ 19 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പമ്പയാറ്റിൽ കുരിയത്തക്കടവിലുള്ള മാന്നാർ മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിലാണ് ജലോത്സവം നടത്തുന്നത്. 58ാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ 19 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സെപ്റ്റംബർ മാസം 19 തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് വ്യാഴാഴ്ച നടത്തുവാനാണ് ജലോത്സവ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുമ്പ് കൂടിയ ജനറൽ ബോഡി യോഗത്തിലാണ് ഈ ജലോത്സവം സെപ്റ്റംബർ 19 നടത്തുവാനായിട്ട് തീരുമാനിച്ചത്. കേരളത്തിലെ പ്രശസ്തങ്ങളായ 12 ചുണ്ടൻ വള്ളങ്ങളും 9 വെപ്പ് വള്ളങ്ങളും ഉൾപ്പെടെയുള്ള കളിവള്ളങ്ങൾ ഈ ജലമേളയിൽ പങ്കെടുക്കും. നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്ന ഫൈനൽ സംവിധാനത്തിൽ വരുന്ന ചുണ്ടൻ വള്ളങ്ങൾ വിയപുരം ചുണ്ടനും നെരണം ചുണ്ടനും മേപ്പാടം ചുണ്ടനും കടവിൽ ചുണ്ടനും അങ്ങനെ തലവടി ചുണ്ടൻ കാരിച്ച ഇങ്ങനെ എല്ലാ പ്രശസ്തമായ വള്ളങ്ങളെല്ലാം തന്നെ നെഹ്റു ട്രോഫിയോടൊപ്പം തന്നെ ഈ ജലമേളയിലും പങ്കെടുക്കുന്നതിന് വേണ്ടിയുള്ള പമ്പയാറ്റിൽ കുര്യത്തുകടവിലുള്ള മാന്നാർ മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിലാണ് ജലോത്സവം നടത്തുന്നത്. കാരിച്ചാൽ ചെറുതന ചുണ്ടനുകളടക്കം 12ഓളം ചുണ്ടൻ വള്ളങ്ങളും മറ്റു നിരവധി കളിവള്ളങ്ങളും മത്സരത്തിൽ മാറ്റുരയ്ക്കും. വള്ളംകളി ആഘോഷമല്ല, മറിച്ച് ഒരു സ്പോർട്സ് ആയതുകൊണ്ടും മാസങ്ങളായി വള്ളങ്ങൾ ട്രയൽ ചെയ്ത് ലക്ഷങ്ങൾ ചെലവാക്കിയ ബോട്ട് ക്ലബ്ബുകളുടെയും ജലോത്സവ പ്രേമികളുടെയും അഭ്യർത്ഥന മാനിച്ചുമാണ് ഓണക്കാലത്ത് നിശ്ചയിച്ച തീയതിയിൽ തന്നെ ജലോത്സവം നടത്തുവാൻ സംഘാടക സമിതി തീരുമാനിച്ചതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതു സംബന്ധിച്ച് സർക്കാരിന് കത്ത് നൽകിയതായും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. സംഘാടക സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എൻ ശൈലാജ്, KP സോമരാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മണ്ണഞ്ചേരി അൽഷിഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാർഡിയോളജി പൾമണോളജി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ണഞ്ചേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. മണ്ണഞ്ചേരി അൽഷിഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സൗജന്യ കാർഡിയോളജി പൾമണോളജി ജനറൽ മെഡിസിൻ പീഡിയാട്രിക് വിഭാഗങ്ങളിലായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണ്ണഞ്ചേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന അൽഷിഫയെ നമ്മൾ പറയാനൊന്നും സാധിക്കില്ല. കാരണം ഇവിടെ മണ്ണഞ്ചേരിയിൽ പാലിയേറ്റീവ് രംഗത്ത് അതുപോലെ തന്നെ നമ്മുടെ ഗർഭിണിയായ രോഗികൾക്ക് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ നൽകുന്ന ട്രസ്റ്റാണ് അൽഷിഫ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ധാരാളം ആളുകൾക്ക് അവർ ചികിത്സ സഹായം കൊടുക്കുന്നുണ്ട്. അതായത് ഇതിനകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അർഹരായിട്ടുള്ളവർ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തീർച്ചയായും അവരെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ അവർ ചെയ്തു കൊടുക്കും. അപ്പോൾ തുടർന്ന് ഇനിയും ഇത്തരം സഹായങ്ങൾ ഉണ്ടാകട്ടെ. ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ നമുക്ക് ഇനിയും നടത്തണം. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കണം. അപ്പോൾ അതിനുവേണ്ടി അൽഷിഫ ഇനിയും ഇത്തരം കാര്യങ്ങൾ ചെയ്യട്ടെ. ഇപ്പോൾ ചെയ്തതിന് എല്ലാവിധ ആശംസകളും മണ്ണഞ്ചേരി പഞ്ചായത്തിന്റെ പേരിൽ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ആരോഗ്യ ജീവകാരുണ്യ മേഖലയിലെ പ്രവർത്തനങ്ങളിൽ അൽഷിഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഇടപെടൽ തീർത്തും മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ അൽഷിഫ പ്രസിഡന്റ് S മുഹമ്മദ് കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അൽഷിഫ ജനറൽ സെക്രട്ടറി ഷാജി പനമ്പള്ളി ആമുഖ പ്രഭാഷണം നടത്തി. മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MS സന്തോഷ്, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ചെയർമാൻ KV മേഘനാഥൻ, സിറാജ് കമ്പിയകം, നജീബ് ഹബീബ്, അഷ്റഫ് പനക്കൽ, നസീർ പൂവത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. മെഡിക്കൽ ക്യാമ്പ് ഉപസമിതി സെക്രട്ടറി B അനസ് ചടങ്ങിന് സ്വാഗതവും ഉപാധ്യക്ഷൻ നാസർ കോര്യംപള്ളി നന്ദിയും പറഞ്ഞു. മണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടും കാർഡിയോളജിസ്റ്റുമായ ഡോക്ടർ അബ്ദുൾ സലാം, പൾമണോളജിസ്റ്റ് ഡോക്ടർ സായിലാൽ, ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ KM സിറാബുദ്ദീൻ എന്നിവർ മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ 25ഓളം പാരാമെഡിക്കൽ ജീവനക്കാരും സംബന്ധിച്ചു. ക്യാമ്പിന് മുന്നോടിയായി സൗജന്യ തൈറോയിഡ് പരിശോധനയും മറ്റു വിവിധ രോഗനിർണയ രക്തപരിശോധനയടക്കം നടത്തിയിരുന്നു. ഞായറാഴ്ച സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ PFT, പ്രമേഹം, ECG അടക്കമുള്ള പരിശോധനകളും സൗജന്യമായി നടത്തിയിരുന്നു. വിവിധ കേന്ദ്രങ്ങളിലെ രജിസ്ട്രേഷൻ സൗകര്യം പ്രയോജനപ്പെടുത്തി 300-ൽ പരം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. അർബുദം ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കാനായാൽ ഭേദപ്പെടുത്താനാകും എന്നതിനാൽ അൽഷിഫയുടെ നേതൃത്വത്തിൽ അർബുദ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു.
ആരോഗ്യസമ്പന്നമായ പൊതുസമൂഹത്തെ സൃഷ്ടിക്കുക, പണമില്ലാത്തതിന്റെ പേരിൽ ആരും തന്നെ ചികിത്സ ലഭിക്കാതെ ബുദ്ധിമുട്ടരുതെന്നുമാണ് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടുകാലമായി മണ്ണഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അൽഷിഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തന ലക്ഷ്യമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പുന്നപ്ര സർവോദയ ശാന്തി ഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിന്റെ ആത്മകഥയായ കാരുണ്യത്തിന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പ്രകാശനം ചെയ്തു. ശാന്തി ഭവൻ മാനേജിംഗ് ട്രസ്റ്റി മാത്യു ആൽബിന്റെ ആത്മകഥ കാരുണ്യത്തിന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പ്രകാശനം ചെയ്തു. പുന്നപ്ര ശാന്തി ഭവനിൽ സംഘടിപ്പിച്ച പുസ്തക പ്രകാശന ചടങ്ങിൽ ഫാദർ ഈനാശു വിൻസെന്റ് ചിറ്റിലപ്പള്ളി ഫിലിപ്പോസ് തത്തമ്പള്ളിക്ക് പുസ്തകം നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത്. കടന്നുവരുന്ന ദൈവത്തിൻ്റെ മക്കളെ എങ്ങനെ സ്വീകരിക്കണമെന്നൊക്കെ കുറ്റിക്കിലച്ചൻ, ബഹുമാനപ്പെട്ട കുറ്റിക്കിലച്ചൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് വിശദീകരിച്ച് പോകുന്നില്ല. 2ാം പതിപ്പ് അച്ചടിച്ചത് ഏകദേശം 400 കോപ്പികളാണെന്നാണ് ആൽബിനപ്പനിലൂടെ ഞാൻ അറിഞ്ഞത്. ഇതിൻ്റെ 3ാം പതിപ്പ് 4000 തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. എല്ലാ മനസ്സാക്ഷിയുള്ള എല്ലാ മനുഷ്യരും വായിച്ചിരിക്കും. കനൽ വഴിക്ക് 2 വശമുണ്ടെന്നും ജീവിത യാഥാർത്ഥ്യങ്ങളുടെ കനൽ അനുഭവങ്ങളും കാരുണ്യത്തിന്റെ തണൽ സ്പർശവുമാണ് അവയെന്നും ഫാദർ ഈനാശു വിൻസെന്റ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. ശാന്തി ഭവൻ ട്രസ്റ്റി ബിനോയ് തങ്കച്ചൻ ചടങ്ങിൽ അധ്യക്ഷനായി. ആത്മകഥയുടെ രചയിതാവ് കൈനഗിരി അപ്പച്ചനെയും മികച്ച കരനെല്ല് കർഷക അവാർഡ് ജേതാവ് PA കുഞ്ഞുമോനെയും ചടങ്ങിൽ ബ്രദർ മാത്യു ആൽബിൻ ആദരിച്ചു. ഡോക്ടർ നെടുമുടി ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കാരുണ്യത്തിന്റെ കനൽ വഴികൾ എന്ന ആൽബിന്റെ ആത്മകഥ ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്യണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അഡ്വക്കേറ്റ് നാസർ പൈങ്ങാമഠം മുഖ്യാതിഥിയായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ M മാക്കിയിൽ, കവയിത്രി ബിനയശ്രീ, വയലാർ ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് പ്രദീപ് കൂട്ടാല, CA ജോസഫ് മാരാരിക്കുളം, കമാൽ M മാക്കിയിൽ, പുന്നപ്ര അപ്പച്ചൻ, ബേബി പാറക്കാടൻ, രാജു പള്ളിപ്പറമ്പിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. B ജോസുകുട്ടി ചടങ്ങിന് സ്വാഗതവും കൈനഗിരി അപ്പച്ചൻ നന്ദിയും പറഞ്ഞു. തരിശായി കിടക്കുന്ന പ്രദേശങ്ങൾ ഹരിതാഭമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി ജില്ലാ കോടതിയിൽ ജൈവ കൃഷിക്ക് തുടക്കമായി. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കോടതി അങ്കണത്തിൽ ആരംഭിച്ച ജൈവ കൃഷി കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് BG അരുൺ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. തരിശായി കിടക്കുന്ന പ്രദേശങ്ങൾ ഹരിതാഭമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി ജില്ലാ കോടതിയിൽ ജൈവ കൃഷിക്ക് തുടക്കമായി. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കോടതി അങ്കണത്തിൽ ആരംഭിച്ച ജൈവ കൃഷി കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് BG അരുൺ തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ഇത് മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. ചിന്തിക്കുമ്പോൾ ആലപ്പുഴ കാർഷിക വിപ്ലവത്തിൻ്റെ, കർഷക തൊഴിലാളികളുടെ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പദ്ധതി, ഈ പച്ചക്കറിയുടെ കാര്യത്തിലായാലും ഇത്തരം ഒരു പദ്ധതി ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ് ആരംഭിക്കേണ്ടത്. അത് ഇപ്പോൾ ഞങ്ങളുടെ ഹൈക്കോടതി ജഡ്ജസിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് മറ്റു സ്ഥലങ്ങളിലേക്കും പകർത്തണം എന്നുള്ളതിൽ ഏകദേശം ഒരു തീരുമാനമായി കഴിഞ്ഞു. ആലപ്പുഴ ജില്ലാ കോടതി ബാർ അസോസിയേഷൻ, അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി കോടതി അങ്കണത്തിൽ ജൈവ കൃഷി ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി ചെയർമാനുമായ KK ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ പ്രമോദ് മുരളി ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. വിവിധ ന്യായാധിപന്മാർ, അഭിഭാഷകർ, അഭിഭാഷക ക്ലർക്കുമാർ, കോടതി ജീവനക്കാർ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഐക്യഭാരതം ഗുരുമന്ദിരം പ്രാർത്ഥനാ സമിതിയുടെ നവീകരിച്ച ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടനവും ചതയ ദിനാഘോഷവും നടന്നു. കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് ഗുരുമന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വെയ്റ്റ് ലിഫ്റ്റിംഗ് രംഗത്ത് ആലപ്പുഴയെ ദേശീയ അന്തർദേശീയ നിലവാരത്തിലെത്തിച്ച ജിം ഉടമ R രാധാകൃഷ്ണന്റെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. 58ാമത് മാന്നാർ മഹാത്മാഗാന്ധി ജലോത്സവം സെപ്റ്റംബർ 19 സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പമ്പയാറ്റിൽ കുര്യത്തുകടവിലുള്ള മാന്നാർ മഹാത്മാ വാട്ടർ സ്റ്റേഡിയത്തിലാണ് ജലോത്സവം നടത്തുന്നത്. മണ്ണഞ്ചേരി അൽഷിഫ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കാർഡിയോളജി, പൾമണോളജി സൗജന്യ മെഡിക്കൽ ക്യാമ്പ്
പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി വി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ണഞ്ചേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുന്നപ്ര സർവോദയ ശാന്തി ഭവൻ മാനേജിംഗ് ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിന്റെ ആത്മകഥയായ കാരുണ്യത്തിന്റെ കനൽ വഴികൾ എന്ന പുസ്തകത്തിന്റെ 2ാം പതിപ്പ് പ്രകാശനം ചെയ്തു. തരിശായി കിടക്കുന്ന പ്രദേശങ്ങൾ ഹരിതാഭമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് ആദ്യമായി ജില്ലാ കോടതിയിൽ ജൈവ കൃഷിക്ക് തുടക്കമായി. ജില്ലാ നിയമസേവന അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കോടതി അങ്കണത്തിൽ ആരംഭിച്ച ജൈവ കൃഷി കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് VG അരുൺ തൈനട്ട് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.